എൻ്റെ പേര് നീതു ആർജെ. എൻ്റെ വീട് തിരുവനന്തപുരം ജില്ലയിൽ പ്ലാമൂട്ടുകടയിലാണ്. ഞാൻ ഈ കഴിഞ്ഞ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ PSC പരീക്ഷയിൽ പത്തനംതിട്ട ജില്ലയിൽ 4th റാങ്ക് നേടുവാൻ സാധിച്ചു. നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന സ്ഥലത്ത് മല്ലപ്പള്ളി വെറ്റിനറി ഹോസ്പിറ്റലിൻ്റെ കീഴിൽ വരുന്ന വെറ്റിനറി സബ് സെൻറ്റർ കീഴ്വായ്പൂരിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി ജോലി ചെയ്തു വരുന്നു. ഈ 4th റാങ്ക് നേടുന്നതിന് വേണ്ടിയിട്ട് നെയ്യാറ്റിൻകര ജനതയിലെ ക്ലാസ്സുകൾ എന്നെ വളരെയധികം സഹായിച്ചു. ഞാൻ PG ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്തായിരുന്നു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എന്നൊരു എക്സാം വിളിക്കുന്നത്. എനിക്കൊരു ചുരുങ്ങിയൊരു ടൈം കൊണ്ട് ഇത്രയും ഒരു വാസ്റ്റ് സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രയത്നമായിരുന്നു. ഞങ്ങൾ കയറിയൊരു സമയത്ത് ഒത്തിരി കോച്ചിങ് സെൻറ്റേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നെയ്യാറ്റിൻകര ജനതയിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കോച്ചിങ് ഉണ്ടെന്ന് അറിയുകയും ഇവിടെ വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്തു. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിലൊരു 5 മാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു 5 മാസം കൊണ്ട് ഇത്രയും സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ സാർ എന്നോട് പറഞ്ഞത് ഇനിയും സമയമുണ്ട്, ഇനിയും പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അതൊരു കോൺഫിഡൻസ് എനിക്ക് തന്നു. അങ്ങനെ നെയ്യാറ്റിൻകര ജനതയിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ഇവിടുത്തെ ക്ലാസ്സുകളെല്ലാം തന്നെ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. ഓരോ ക്ലാസ്സുകൾ നടത്തുമ്പോഴും ആ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിനനുസരിച്ച് എക്സാംസും വീക്കിലി ഓരോ 100 മാർക്കിൻ്റെ എക്സാംസും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഒത്തിരി എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി എനിക്ക് തന്നെ ഓരോ കോൺഫിഡൻസ് ഉണ്ടായി. ഫസ്റ്റ് എനിക്ക് ഒത്തിരി മാർക്ക് കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് പുറകിലോട്ടായിരുന്നു. ബാക്കിയുള്ള കുട്ടികളെ അപേക്ഷിച്ച് എൻ്റെ ഒരു പഠനം തുടങ്ങിയ ഒരു ടൈമായിരുന്നു. അപ്പോൾ തന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞാൻ ഒരുപാട് പുറകിലായിരുന്നു. ഇതിൽ നിന്ന് തന്നെ പല സ്റ്റേജസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ ഏത് ലെവലാണ് ഇപ്പോൾ നിൽക്കുന്നത്, ഏത് ലെവലാണെന്ന് പഠിത്തത്തിൽ എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നത് വഴി. ഈ ഒരു എക്സാം നടത്തിയതിൽ നിന്നും എനിക്കുണ്ടായ ഗുണമെന്ന് പറയുന്നത് എനിക്ക് ഏതൊക്കെ പോർഷനാണ്, ആ ഒരു സിലബസിൽ ഏതൊക്കെ പോർഷനാണ് എനിക്ക് വീക്കായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാനും പറ്റുകയും ആ ഒരു പോർഷൻ പർട്ടിക്കുലറായിട്ട് എടുത്ത് പഠിക്കുകയും ഞാൻ ചെയ്യുകയുണ്ടായി. വീക്ക് പോയിൻറ്റും നമുക്ക് അറിയാവുന്ന പോയിൻറ്റും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് വഴിയായിട്ട് കൂടുതലായിട്ട് നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു പോർഷനിൽ ശ്രദ്ധ ചെലുത്തി നമുക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നെയ്യാറ്റിൻകര ജനതയിലെ ഓരോ മോഡൽ എക്സാംസും നമുക്ക് ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ മോഡൽ എക്സാമുകൾ നടത്തുന്നത് വഴിയായിട്ട് എനിക്ക് പബ്ലിക് എക്സാമിനെ കുറച്ചുകൂടെ ഭയമില്ലാതെ നേരിടാൻ സാധിച്ചു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നെയ്യാറ്റിൻകര ജനതയിലെ ക്ലാസ്സുകൾ പങ്കെടുക്കുകയും പരീക്ഷകൾ എഴുതുകയും അധ്യാപകർ പറയുന്ന രീതിയിൽ പഠിക്കുകയും ചെയ്താൽ നിങ്ങൾക്കും ഉയർന്ന റാങ്ക് നേടുവാൻ സാധിക്കും.